ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. നമ്മൾ ചിലപ്പോൾ അവിടെ ഒരാളെ വിളിച്ചിട്ട് പൂജകൾ പലതൊക്കെ ചെയ്യും, ദേവി പൂജ അല്ലെങ്കിൽ സുദർശന ഹവനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റമൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയാനില്ല കേട്ടോ, മാറ്റം ഉണ്ടാവും. പക്ഷെ ആ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായിയായിട്ട് ആ മാറ്റം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംശയവും. എന്താണെന്നറിയോ, ചിലപ്പോൾ ആ വീട്ടിൽ വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവും, ആ വീട് ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ദോഷം ഉണ്ടാവും, ആ വീടിൻ്റെ അടിയിൽ അന്തർഭാഗത്ത് ചിലപ്പോൾ വല്ലോ അസ്ഥിക്കൂടെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഇതുണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിന് നിങ്ങൾക്ക് അവിടെ വീട് വിട്ടിട്ട് ഓടാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമ്മൾ വേറെ വീട് പോയി വാങ്ങണത് അല്ലെങ്കിൽ പണിയണതും അവിടെ ഇത് തന്നെ ഉണ്ടെങ്കിലോ, അപ്പോൾ ഓടി ഒളിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഒരു പരിധി വരെ പിടിച്ചേക്കാൻ ശ്രമിക്കണം നിങ്ങൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിന് വാസ്തുവിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഉള്ള കാര്യം ഞാൻ സമ്മതിക്കാം. അത് കുറേ വർഷങ്ങൾ 30 വർഷം പഴക്കമുള്ള എൻ്റെ വീടാണ്, അച്ഛൻ പണിത വീടാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ വാസ്തുവിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. കാരണം വിശ്വാസം വേണമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് കാര്യങ്ങൾ നേടുക എന്നുള്ള ആ ഒരു പട്ടാളക്കാരൻ്റെ ഒരു മനസ്സായിരുന്നു. അപ്പോൾ അദ്ദേഹം അതുപോലെ കർമ്മം കൊണ്ട് നേടിയ ആളാണ്. അദ്ദേഹം നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ വീടിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഈ വാസ്തുവിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു. ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്തായിരുന്നു, പണിതിട്ട് പിന്നെ വീണ്ടും ഒക്കെ മാറ്റങ്ങൾ വരുത്തി അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനത് മാറ്റി ടച്ചിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തപ്പോൾ വീട്ടിൽ വളരെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയണത് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം പൈസയുടെ വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഒക്കെ ആ സമയത്ത് വന്നാൽ അത്രയും ഫണ്ട് മറിക്കാൻ വേണമല്ലോ. പൊളിച്ചു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിരിക്കണത് 1-2 ടിപ്പുകൾ. നിങ്ങൾ ഈ കല്ലുപ്പിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. നിങ്ങളുടെ വീടിൻ്റെ 4 മൂലക്കിലും ഓരോ ചെടിച്ചട്ടികളിൽ കല്ലുപ്പ്, 2 പാക്കറ്റ് കല്ലുപ്പ് പൊട്ടിച്ചിട്ട് അത് 4 മൂലക്കിലും വെക്കുക. അങ്ങനെ ബാഡ് എനർജീസ് ഉള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് വന്നു പോകുന്ന എനർജീസ് ഉണ്ടാവും ചിലപ്പോൾ. രാത്രിയാകുമ്പോൾ വരും, അതിലേക്ക് ഇറങ്ങിയാണ് പോകും. അപ്പോൾ അതിനൊക്കെ ഒരു സമാധാനം കിട്ടാനായിട്ട് കല്ലുപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഒരു നാളികേരം, അത് നിങ്ങൾ വീക്കിലി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യണം. ഒരു നാളികേരം, നല്ല വെള്ളമുള്ള നാളികേരം നിങ്ങളവിടെ വീട്ടിൽ വെക്കുക. പൂജാമുറിയിൽ വെച്ചാലും മതി, എവിടെ വെച്ചാലും മതി. എന്നിട്ട് ഒരു ദിവസം അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ ആ നാളികേരം എടുത്തിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ തലയ്ക്ക് ഇങ്ങനെ ഒഴിയുക. ഒരു 7 പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക. ഒരു കോയിനും കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് ആ സാധനം പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക. പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ അതുമായിട്ട് നേരെ ക്ഷേത്രത്തിൽ പോകാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പോകണം ഏറ്റവും നല്ലത്. ചൊവ്വ വെള്ളി ഞായർ അത് പവർഫുള്ളായിട്ടുള്ള ദിവസങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അതായിട്ട് ക്ഷേത്രത്തിൽ പോവുക. നാളികേരം മുട്ട് ചെയ്യുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ നാളികേരം കൊടുത്ത് നിങ്ങൾ മുട്ടിറക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാളികേരം മുട്ട് ചെയ്യാവുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തെക്കോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ നമ്മുടെ എറണാകുളം ജില്ല കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നാളികേരം മുട്ട് ഇല്ല. പലതരം ഞാൻ കണ്ടിട്ടില്ല നാളികേരം മുട്ട്. തിരുവനന്തപുരത്ത് ഒരു ഗണപതിയുടെ അമ്പലത്തിൽ നാളികേരം മുട്ട് ഉടയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട്, പഴയങ്ങാടി എന്നല്ലേ പേര്, അങ്ങനെ എന്താണ്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നാളികേരം മുട്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ പറവൂരൊക്കെ ഉണ്ട്, ക്ഷേത്രമുണ്ട്. കൊടുങ്ങല്ലൂരുണ്ട്, നാളികേരം മുട്ട സ്ഥലമുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ചെയ്യുന്നുണ്ട്, ഭദ്രകാളി ക്ഷേത്രത്തിലുണ്ട്. പിന്നെ തെക്കോട്ട് പോയാൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാറമേക്കാവിലൊക്കെ നല്ല പവർഫുള്ളായിട്ട് ചെയ്യും. പാറമേക്കാവും അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലുണ്ട് നാളികേരം മുട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങൾ അവിടെ വീട്ടിൽ വെച്ചിട്ടുള്ള നാളികേരമായിട്ട് നിങ്ങൾ പോയി ഈ നാളികേരം മുട്ട് ഇറക്കി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് ഫ്രീക്വൻ്റായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിലനിന്ന് പോകാനായിട്ട് പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ചെയ്ത് നോക്കാം. ഒരു നാളികേരത്തിൻ്റെ ചിലവുള്ളൂ, ഒരുപാട് വലിയ പണച്ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു വഴിപാട് ഞാൻ പറഞ്ഞുതരാം. കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 12 വെറ്റില, ഒരു അടയ്ക്ക, അതിൽ കുറച്ച് കോയിൻ, ഒരു 1 രൂപയുടെ കോയിനോ അല്ലെങ്കിൽ 10 രൂപയുടെ കോയിനോ വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തൊഴുത് നമ്മുടെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദേവിയിൽ അവിടെ നടക്ക സമർപ്പിക്കുക. പടിയുമ വെക്കുക. അതിൻ്റെ ആ പോയിൻ്റായിട്ടുള്ള ഭാഗം ദേവിയുടെ മേത്തേക്ക് അങ്ങടേക്ക് വന്ന പോലെ കൊടുക്കുക. പൂജാരിയോട് പറയുക അതവിടെ ദേവിക്ക് സമർപ്പിക്കാൻ പറയാം. എന്നിട്ട് അവിടെ എന്തെങ്കിലും വല്ല ഒരു കുപ്പി നെയ്യോ ഒരു കുപ്പി എണ്ണയോ കൊടുക്കുക.
അമ്പലത്തിൽ. അപ്പോൾ ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല റിസൾട്ടായിരിക്കും. കാരണം ആ പരദേവതയുടെ അല്ലെങ്കിൽ കുടുംബദേവതയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അതുമേ നിങ്ങൾക്ക് അവിടെ നിന്ന് പിടിച്ചു കയറാനുള്ളൊരു ശക്തി നിങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഇത് നല്ലൊരു ടെക്നിക്കാണ്. നിങ്ങളല്ലാതെ ഒരുപാട് പണച്ചിലവായിട്ട് ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് അവിടെ പോയിട്ട് കുറേ വഴിപാടുകൾ ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് യാതൊരു സംശയം വേണ്ട. ഇത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാനിത് പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. റിസൾട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ.